പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷത്തിലെ 163-ാമത്തെ ദിവസമാണ്. പെന്തക്കോസ്തിക്ക് ശേഷം 19-ാമത്തെ ദിവസമാണ്. ഈ ഇന്നത്തെ ദിവസം 12 ജൂൺ 2026. ഇന്ന് 534-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ദാമ്പത്യ വിശുദ്ധി എങ്ങനെ കൈവരിക്കാം എന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം. ദാമ്പത്യ വിശുദ്ധി എങ്ങനെ കൈവരിക്കാം? ഇന്നത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നത് ഒരു വിവാഹ ജീവിതമാണ്. കാരണം അതിന് ദൈവം തന്ന ഒരു ദാനമാണ് ഈ വിവാഹ ജീവിതം എന്ന് മനസ്സിലാക്കാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കി ഒരു നിമിഷം കൊണ്ട് വേർതിരിഞ്ഞു പോകുന്ന ഒരു ശിക്ഷത്തിലേക്ക് ഇന്ന് യുവതലമുറ എത്തിക്കഴിഞ്ഞു. അതിൻ്റെയൊക്കെയും പുറകിലുള്ള കാരണമെന്ന് പറയുന്നത് വേദപുസ്തക പരിജ്ഞാനമില്ലായ്മയാണ് എന്ന് മാത്രമല്ല, നമ്മുടെ പിതാക്കന്മാർ കാണിച്ചു തന്നതായ ആ വഴി അവർ മറന്നിരിക്കുന്നു, അവർ അതറിയാൻ ആഗ്രഹിക്കുന്നില്ല. ആയതിനാൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായ ഒരു വലിയ കാര്യമുണ്ട്. ഈ ലോക ജീവിതത്തിൽ നാം നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അവൻ കാണിച്ചു തന്നതായ, അവൻ നമുക്ക് തന്നിട്ടുള്ളതായ ആ കൃപാവരങ്ങളെ നാം സ്വീകരിക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമാകുകയുള്ളൂ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകിച്ചും നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. കുടുംബം ഭൂമിയിൽ പണിയുന്ന പർദീസായാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യബന്ധങ്ങളുടെ പ്രാരംഭമാണിത്. ദൈവം സ്ഥാപിച്ച കുടുംബത്തിൻ്റെ സുസ്ഥിരത ഭാര്യാഭർത്തൃ ബന്ധത്തിലാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, സുരക്ഷിതത്വം, സുസ്ഥിതി, നീതിബോധം, സാമൂഹിക പ്രതിബദ്ധത എന്നിവയുടെ ബാലപാഠങ്ങൾ ലഭ്യമാകുന്നതും കുടുംബത്തിൽ നിന്നാണ്. അർത്ഥപൂർണമായ ദാമ്പത്യ ബന്ധമാണ് കുടുംബത്തിൻ്റെ ജീവനും പ്രകാശവും പകരുന്നത്. വിവാഹമോചനം, കുടുംബ തകർച്ച, അസ്വസ്ഥപൂർണമായ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, അനാഥത്വം, പേർന്ന ബാല്യങ്ങൾ, ഇതെല്ലാം കുടുംബത്തിൽ ഇന്ന് അശാന്തി പടർത്തുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. സഭാംഗങ്ങൾക്കിടയിൽ തന്നെ വിവാഹമോചനവും പുനർവിവാഹവും ഒക്കെ ആശങ്കാജനകമായ നിരക്കിലേക്ക് ഉയർത്തുകയാണ് എന്ന് നമുക്ക് അത് വിശകലനം ചെയ്താൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ബൈബിളിൽ ദാമ്പത്യത്തെക്കുറിച്ച് സൃഷ്ടി വിവരണത്തിൽ സമഗ്രമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സ്ത്രീയും പുരുഷനുമായി ദൈവം മനുഷ്യരെ സൃഷ്ടിച്ച് സന്താന പുഷ്ടിയുള്ളവരാകുവാൻ ദൈവം അവരെ അനുഗ്രഹിച്ചു. ഉൽപ്പത്തി പുസ്തകം 1:27-28. പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും, അവർ ഒന്നാകുന്ന. ഭാര്യാഭർത്തൃബന്ധത്തിന്റെ അർത്ഥവും ലക്ഷ്യവും സൃഷ്ടി വിവരണങ്ങളിൽ സമഗ്രമായി അവതരിപ്പിച്ചിരിക്കുന്നു. വിവാഹത്തിന്റെ ഈ ഐക്യവും സ്ഥിരതയും യേശു സുസ്ഥിരമാക്കുന്നു. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള ഭേദഭാഗവും മർക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 10:1 മുതൽ 12 വരെയും ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 16-18 ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. യഹൂദ അറബിമാർ മാതൃകയാക്കിയ മോശയുടെ വിവാഹ മോചന സിദ്ധാന്തത്തിന്റെ സാധുത യേശു തിരസ്കരിക്കുകയാണ്. വിവാഹത്തിന്റെ ദൃഢത ഉറപ്പാക്കുന്നതിന് ഉൽപ്പത്തിയിലെ സൃഷ്ടി വിവരണത്തിലോ പാഠം ഉദ്ധരിച്ച് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കരുത്, മത്തായി 19:6, മർക്കോസ് 10:9 എന്ന് വ്യാഖ്യാനിക്കുന്നു. വിവാഹ ഉടമ്പടിയിൽ ദമ്പതികൾ അഭേദ്യമായി ഒന്നാകുന്നു. ആത്മശരീര മനസ്സുകൾ സമ്പൂർണമായും വിവാഹ ജീവിതത്തിൽ ഒന്നായിത്തീരുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പൗലോസ് ശ്ലീഹ വിവാഹത്തെ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിച്ച് വ്യക്തമാക്കുന്നു. അവരിരുവരും ഏക ശരീരമായി തീരും. ഇത് ഒരു രഹസ്യമാണ്. വിവാഹം തിന്മ എന്ന് കരുതിയ കോരിന്തിലെ ജനതയോട് പൗലോസ് ശ്ലീഹ യേശുവിന്റെ പഠിപ്പിക്കൽ ഉദ്ധരിച്ച 1 കൊരിന്ത്യർ 7:10 വിവാഹത്തിന്റെ സമഗ്രത വ്യക്തമാക്കുന്നു. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ളത് വായിക്കുമ്പോൾ നമുക്കത് വളരെ ക്ലിയർ ആവും. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഐക്യത്തിൽ അടയാളമായി ക്രിസ്തുവിനെ മണവാളിനും സഭയെ മണവാട്ടിയുമായി പൗലോസ് ശ്ലീഹ അവതരിപ്പിക്കുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 21 മുതൽ 33 വരെയുള്ള
വേദഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഭാര്യാഭർത്തൃ മനോഭാവം ക്രിസ്തുവിന്റെ സഭയോട് ഉള്ള ബന്ധമാണ്. ദമ്പതിമാർ പരസ്പര സ്നേഹത്തിലും ദാനത്തിലും നീതിപൂർവം ജീവിക്കുമ്പോൾ ദാമ്പത്യം സ്നേഹത്തിന്റെ കൂദാശയായി തീരും. വിവാഹത്തിൽ ഇരുവരും ഒന്നായി തീർന്ന് സംയോജിപ്പിക്കപ്പെടുമ്പോൾ വിവാഹം ഒരു രഹസ്യമായി മാറുന്നുവെന്ന് എഫേസ്യർ 5:32 ഉൽപ്പത്തി പുസ്തകം 2:23 പറയുന്നുണ്ട്. ദമ്പതികൾ കടമകളും അവകാശങ്ങളും പരസ്പര പൂരകങ്ങളാണ്. സമ പങ്കാളിത്ത മനോഭാവത്തോടെ സ്നേഹത്തിലും ത്യാഗത്തിലും നിറഞ്ഞ് നീതിയോടെ ദാമ്പത്യ ധർമ്മം നിർവഹിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. ജീവിതകാലം മുഴുവനും വിശ്വസ്തതയിലും സ്നേഹത്തിലും പരസ്പര ത്യാഗത്തിലും പക്വതയോടെ ശക്തിപ്പെടുത്തുന്ന ജീവിതമാണ് ദാമ്പത്യ സൗഭാഗ്യം എന്ന് പറയുന്നത്. വിവാഹം ഉടമ്പടിയുടെ പ്രതീകമാണ്. ദൈവവും തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലും തമ്മിലുള്ള ഉടമ്പടി എപ്പോഴും കാത്തു പരിപാലിക്കേണ്ട പരസ്പര വിശ്വസ്തതയും പരസ്പര സ്നേഹവുമാണ്. ഈ ഉടമ്പടിയുടെ അന്തർധാര വിവാഹം ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ പ്രതീകമായി പ്രവാചകന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഹോശയ, യിരെമ്യ, യെഹെസ്കേൽ, ഹോശയ, മാലാഖി എന്നിവരുടെ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് ഇത് കാണുവാൻ സാധിക്കും. പ്രാർത്ഥനകളിൽ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള ദർശനങ്ങളുടെ ആഹ്വാനവും ഉണ്ട്. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കപ്പെടണം. സകല കപട സ്നേഹത്തെയും നീക്കിക്കളയണം. സത്യത്തിലും നീതിയിലും സമ്പൂർണരാകണം. പരിപാകതയാലും വിനയത്താലും അലങ്കരിക്കപ്പെടണം. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കണം. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യണം. ഹൃദയങ്ങളെ സംയോജിപ്പിക്കണം. വിവാഹ കുദാശയിൽ പ്രധാന കാർമ്മികൻ ആഹ്വാനം ചെയ്യുന്നു: ഇതാ, ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം പരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. വിവാഹത്തിൽ ഭാര്യ-ഭർതൃ ബന്ധത്തിന്റെ ദൃഢതയാണ് ദൈവീക മധ്യസ്ഥത. സമ്പൂർണ്ണ വിശ്വസ്തതയും നിർവ്യാജമായ പരസ്പര സ്നേഹവും അവിഭാജ്യതയും ദാമ്പത്യത്തിന്റെ ദൈവീക പദ്ധതിയാണ്. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ ദാമ്പത്യത്തിന് മുദ്രയിടുന്നു. ദമ്പതികൾ പരസ്പരം സന്തോഷിക്കുന്നതിനും അവർക്ക് ഉത്തമ സന്താനങ്ങളെ ലഭിക്കുന്നതിനുമായി പ്രാർത്ഥിക്കുന്നു. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം ദമ്പതികളെ സമ്പന്നരാക്കട്ടെ എന്നാണ് പ്രാർത്ഥനയിൽ നാം കാണുന്നത്. വിവാഹത്തിന്റെ കൗദാശിക അനുഭവം ദമ്പതിമാർക്ക് ദൈവീക ഐശ്വര്യത്തിലേക്കും ജീവന്റെ വളർച്ചയിലേക്കുമുള്ള കൃപയുടെ വഴിയാണ്. ദൈവികമായ രക്ഷാകര പദ്ധതിയിലേക്കുള്ള വളർച്ചയാണ് വിവാഹ കൂദാശയിലൂടെ നമുക്ക് ഏവർക്കും ലഭ്യമാകുന്നത്. ദമ്പതിമാർ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ വെളിച്ചവുമായി തീരണം. ദാമ്പത്യ ബന്ധങ്ങളിൽ അനുനിമിഷം ദൈവസാന്നിധ്യത്തിൽ വളർന്നെങ്കിൽ മാത്രമേ ഐശ്വര്യത്തിലും ത്യാഗത്തിലും നിറയൂ. കുടുംബം വിശുദ്ധീകരണത്തിന്റെ വെളിച്ചവും കൃപയുടെ കൂടാരവുമായിരിക്കണം. ആധ്യാത്മിക ശിക്ഷണത്തിൽ സ്നേഹത്തിലും നീതിയിലും സാമൂഹിക പ്രതിബദ്ധതയിലും പ്രാർത്ഥനാപൂർവ ദാമ്പത്യ ജീവിതത്തെ സമീപിക്കണം. അപ്പോൾ ദാമ്പത്യം സ്നേഹത്തിന്റെ കൂദാശയായി തീരും. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത്. അതിൽ വിശ്വസ്തത പാലിക്കുക എന്നത് നാം ഓരോരുത്തരും നിർവഹിക്കേണ്ട വലിയ ഒരു കർത്തവ്യമാണ്. അതിനെ ഭാര്യ മാത്രം ചിന്തിച്ചാൽ പോരാ, ഭർത്താവ് മാത്രം ചിന്തിച്ചാൽ പോരാ, രണ്ടുപേരും കൂടി ചിന്തിക്കണം. എവിടെ ആരുടെ പക്ഷത്തു നിന്ന് ആ വീഴ്ച സംഭവിക്കുന്നതോ അവിടെ ശിഥിലത ആരംഭിക്കുന്നു, പരസ്പര വിശ്വാസം ഇല്ലാതെയാകുന്നു. അവിടെ പിന്നെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള വിവരം അവർക്ക് പോലും അറിയാൻ വരാത്ത രീതിയിൽ ആയിത്തീരുന്നത് കൊണ്ടാണ് പല കുടുംബങ്ങളിലും ദാമ്പത്യ ജീവിതം ശിഥിലമായി പോകുന്നത് എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന് ഒരു വിവാഹം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിശ്ചയിക്കപ്പെട്ട് സ്വർഗത്തിൻ്റെ ആ സാക്ഷ്യത്തിൽ സംഭവിക്കുന്നതാണ്. അതിൽ നാം വിശ്വസിച്ച് മുമ്പോട്ട് ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ സംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.